ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രഷ് ടൂളിനെ കുറിച്ചാണ്. 4 ടൈപ്പിലുള്ള ബ്രഷ് ടൂളുകളാണ് ഉള്ളത്. 4 ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് പെൻസിൽ ബ്രഷ് ടൂള്, 2 വരുന്നത് പെയിന്റ് ബ്രഷ് ടൂള്, മൂന്നാമത്തെ മിക്സർ ബ്രഷ് ടൂള്, കളർ റീപ്ലേസ്മെന്റ് ടൂള്. അങ്ങനെ 4 തരത്തിലുള്ള ബ്രഷിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, പൊതുവേ നമ്മൾ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത് പെയിന്റിങ് എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്കറിയാം, നമ്മൾ കുഞ്ഞിലെയൊക്കെ അല്ലെങ്കിൽ വേഡ് അതുപോലെ തന്നെ പെയിന്റിങ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കമ്പ്യൂട്ടറിൽ അതിലൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു വരകളൊക്കെ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലും ഈസി ആയിട്ട് നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആദ്യത്തേതുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബ്രഷ് ടൂളിനെ സംബന്ധിച്ച് അതിൽ കുറേയധികം കൺട്രോൾ പാനലിലോട്ട് നമുക്ക് നോക്കി കഴിയുമ്പോൾ അതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള ബ്രഷസ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണേലും അതിനെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് പുതിയ ബ്രഷിന്റെ പ്രീസെറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. അപ്പം ബ്രഷിനെ സംബന്ധിച്ച് നമുക്ക് കുറേയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ പെൻസിൽ ബ്രഷ് ടൂളാണ്. പെൻസിൽ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോർഗ്രൗണ്ടിൽ കളറിൽ ഏത് കളറാണോ കിടക്കുന്നത് ആ ഒരു കളർ തന്നെയായിരിക്കും നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളറിനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പെൻസിൽ ബ്രഷ് ടൂൾ എടുക്കുക, ജസ്റ്റ് നമുക്ക് വരച്ചു കൊടുക്കുക. അതിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് അത് വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഫോട്ടോഷോപ്പിൽ ഏത് ബ്രഷിന്റെ ആണെങ്കിലും സൈസ് വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഏതാണ് സ്ക്വയർ ഓപ്പൺ ബ്രാക്കറ്റും സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ട്. ആ 2 ഓപ്ഷൻസ് ആണ്, അതായത് എൻ്ററിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കീസ് ആണ് നമ്മൾ പൊതുവെ ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പെൻസിൽ ബ്രഷ് ടൂൾ എടുക്കുക. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ പോയിന്റ് നമുക്കൊരു വിസിബിൾ ആയിട്ടല്ല, അല്ലെങ്കിൽ അതിന്റെ സൈസ് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ക്യാപ്സ് ലോക്ക് ഓൺ ആയി കിടക്കുന്നുണ്ടായിരിക്കും നമുക്കത് അങ്ങനെ വിസിബിൾ ആകാത്തത്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് അതിന്റെ ബ്രഷിന്റെ സൈസ് കൂട്ടിയേ വിഷ്ണു. ഓക്കെ, കണ്ടോ, ഇതിൽ സൈസ് കൂട്ടിയപ്പോൾ നമുക്ക് അതിൽ വരുന്നില്ല. അപ്പൊ ക്യാപ്സ് ലോക്ക് കീബോർഡിൽ ഓഫ് ആക്കിക്കേ. ഓക്കെ, ഇപ്പൊ നമുക്കത് വിസിബിൾ ആയിട്ടുണ്ട്. അപ്പൊ പെൻസിൽ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വരച്ചു കൊടുക്കാനായിട്ട് പറ്റും. ക്ലിക്ക് ചെയ്യുക, വരയ്ക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, കേട്ടോ, അതിന്റെ ബ്രഷിന്റെ സൈസ് കുറച്ചിട്ടും കൂട്ടിയിട്ടും നമുക്കത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അതാണ് പെൻസിൽ ബ്രഷ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് എഴുതാനും ഒക്കെ നമുക്ക് പറ്റും. ടൈപ്പ് അല്ല, ലെറ്റേഴ്സ് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് പെൻസിൽ ടൂളിന്റെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബ്രഷ് ടൂൾ എന്ന് പറയും. ഓക്കെ, വിഷ്ണു ബ്രഷ് ടൂൾ അടുത്തത്. ബ്രഷ് ടൂളിന്റെ പ്രത്യേകത, ബ്രഷ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബ്രഷസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൺട്രോൾ പാനലിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ബ്രഷസ് ഉണ്ട്. ഓക്കെ, കൺട്രോൾ പാനലിൽ തന്നെ നമ്മൾ നോർമൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ ആ ബ്രഷിന്റെ ഒരു നിബിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ബ്രഷസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് 12 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിന്റെ ഇപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. അതിൽ നമ്മുടെ ആ ഒരു സൈസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പല ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. ഏത് ഇപ്പം ക്ലിയർ ആയിട്ടുള്ള ബ്രഷ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലർ ആയിട്ടുള്ള ബ്രഷ് ആണെങ്കിലും നമുക്ക് അതിനെ യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിലൊരു ബ്രഷ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിക്കേ. ഇപ്പം സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ പറഞ്ഞ സാധനത്തിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതാണ് ബ്രഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഓപ്ഷനിൽ കൺട്രോൾ പാനലിൽ നമ്മൾ ഏതെങ്കിലും ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ചിലപ്പം വേറൊരു ഇതിലോട്ടായിരിക്കും നമുക്കത് പോകുന്നത്. അതായത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിടക്കുന്നത്, ഇപ്പൊ ക്ലോൺ സ്റ്റാമ്പ് ടൂളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷിന്റെ തന്നെ ബ്രഷ് അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു ടൂളിലോട്ട് മാറിപ്പോയിരിക്കും. ഡോഡ്ജ് ടൂളെന്നോ അങ്ങനെയുള്ള രീതിയിലോട്ടൊക്കെ പോകും. അപ്പൊ നമ്മളൊന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു കറക്റ്റ് ഇതിനെ സെലക്ട് ചെയ്താലായിട്ട് മതി. അപ്പൊ ആ ബ്രഷിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ബ്രഷ് ടൂളിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടോപ്പിൽ പോയിട്ട് കൺട്രോൾ പാനലിൽ സെലക്ട് ചെയ്താൽ മതി. വിഷ്ണു, നമ്മൾ ബ്രഷിന് നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ ആ റീസെന്റ് യൂസ് ചെയ്തേക്കുന്ന ബ്രഷിന്റെ ഒക്കെ സൈസുകൾ കണ്ടോ, അവിടെ ഓരോന്നിനും ഇപ്പം ഓരോന്ന് മാറി എടുക്കുന്നത്. ഒന്ന് ഐഡ്രോപ്പർ ടൂൾ ആണ്, ഒന്ന് പെൻസിൽ ടൂള്, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ അത് ജനറൽ ബ്രഷസ് എന്ന് പറഞ്ഞ സാധനത്തെ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പൊക്കത്തോട്ട് കയറിക്കേ. സ്ക്രോൾ ചെയ്യുക, പൊക്കത്തോട്ട് വരുമ്പോൾ ജനറൽ ബ്രഷസ് കൊടുക്കുക.
ആരോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ജനറൽ ബ്രഷസ് താഴോട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ബ്രഷസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കളർ വേരിയേഷൻസ് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്കറിയാം, അതനുസരിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് കൊടുത്തേ. ഓക്കെ, വേറൊരു കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തോളുക. ഓക്കെ, അപ്പം ബ്രഷ് ടൂൾ നമുക്ക് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ബ്രഷസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ എടുത്തിട്ട് തൊട്ടപ്പുറത്തൊരു വിൻഡോ കിടപ്പുണ്ട്, വിൻഡോ അല്ല ഒരു ഐക്കൺ കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ബ്രഷിൻ്റെ തന്നെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തോളുക. അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പലതരത്തിലുള്ള ബ്രഷസും ബ്രഷിന്റെ സൈസും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പുതിയ ബ്രഷസ് ആഡ് ചെയ്യാനായിട്ടും പറ്റും. ബ്രഷസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഏതെങ്കിലും ഒരു ബ്രഷിനെ സെലക്ട് ചെയ്യുക. അതിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡിഫൈൻ ബ്രഷ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, എഡിറ്റിൽ ഡിഫൈൻ ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മിക്സർ ബ്രഷ് ടൂളാണ്. മിക്സർ ബ്രഷ് ടൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കളേഴ്സിനെ തമ്മിൽ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഇതിൻ്റെ അകത്ത് ലേയേഴ്സ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ലേയേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ മിക്സർ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ മിക്സ് ചെയ്യുന്ന കളേഴ്സ് ഒറ്റ ലെയറിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, മിക്സർ ബ്രഷ് ടൂളിന്റെ പ്രത്യേകതയാണ് ഒരൊറ്റ ലെയറിലുള്ള രണ്ട് കളറിനെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യമേ തന്നെ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇപ്പൊ നമ്മുടെ വരച്ചതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കളറിനെ ഇവിടെ ആഡ് ചെയ്യുക. ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ വേറൊരു കളറും കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ആ ഓറഞ്ച് കളറിന്റെ അവിടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുക, ഒരു കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത് തന്നെ. അതിനെ അടുപ്പിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, താഴെ കൂടെ ജസ്റ്റ് അടുപ്പിച്ചങ്ങ് വരച്ചാൽ മതി. മിക്സ് ചെയ്ത് വരച്ചോ? ഓക്കെ, മതി. അതിനുശേഷം മിക്സർ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുക. മിക്സർ ബ്രഷ് ടൂൾ യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ തമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒറ്റ ലെയറിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ കളറിനെ തമ്മിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സ്കൈ ഇമേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്കൈയുടെ ഒക്കെ കളേഴ്സ് നമുക്ക് ഡിഫറെന്റ് ആക്കിയൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. പല രീതിയിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മിക്സർ ബ്രഷ് ടൂളിന്റെ പ്രത്യേകത. രണ്ട് കളറിനെ തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്സർ ബ്രഷ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നതാണ് കളർ റീപ്ലേസ്മെന്റ് ടൂൾ. കളർ റീപ്ലേസ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. നമ്മളിപ്പോൾ വരച്ച കളറിന്റെ പൊക്കത്തു കൂടെ അല്ലെങ്കിൽ ആ ഇതിൽ തന്നെ വേറൊരു കളർ ആ മിക്സ് കളറും റീപ്ലേസ്മെന്റ് യൂസ് ചെയ്യുക. മിക്സർ ബ്രഷ് ടൂൾ അല്ല, കളർ റീപ്ലേസ്മെന്റ് ടൂൾ എടുക്കുക. അതിനുശേഷം വേറൊരു കളർ അതിന്റെ പൊക്കത്തു കൂടെ ജസ്റ്റ് വരച്ച് നമ്മുടെ റെഡ് കളർ മാറ്റിയിട്ടൊരു ഗ്രീൻ കളർ ആക്റ്റീവ് ആക്കുക. ഗ്രീൻ കളർ ആക്റ്റീവ് ആക്കിയിട്ട് അത് വരയ്ക്കുക. ഓക്കെ, അത് അതിന്റെ പൊക്കത്തോട്ട് വരച്ച് അതിന്റെ പുറത്തോട്ട് കൂടെ ഉള്ള രീതി വരച്ച് പുറത്തോട്ട് കൂടെ മാറുന്ന രീതി വരച്ച് കുറച്ചുകൂടെ വലിപ്പം കൂട്ടിയിട്ട് ബ്രഷിന് വലിപ്പം കൂട്ടിയതിന് ശേഷം കണ്ടോ ആ കളർ റീപ്ലേസ്മെന്റ് ടൂള് വേറൊരു സ്ഥലത്തോട്ട് അത് വ്യാപിക്കില്ല. നമ്മുടെ ഏതൊക്കെ കളറിന്റെ, അതായത് മിക്സ് ചെയ്ത നമ്മളൊരു ഓൾറെഡി കൊടുത്ത കളറിന്റെ പൊക്കത്ത് വരച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിന്റെ പുറത്തോട്ടൊന്നും ആ ഒരു കളറ് മിക്സായി വരികയില്ല. അതാണ് കളർ റീപ്ലേസ്മെന്റ് ടൂളിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് ഈ 4 ടൂളുകളെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.